എന്തായാലും UDF-നൊപ്പം നിൽക്കാൻ കേരള കോൺഗ്രസ് പാർട്ടികൾക്ക് സഭയുടെ പ്രേരണയുണ്ട് എന്ന് ജോസഫ് വിഭാഗം നേതാവ് മോൻസ് ജോസഫ് പറയുന്നു. ഭിന്നശേഷി അധ്യാപക നിയമനം, ജെബി കോശി കമ്മീഷൻ റിപ്പോർട്ട് തുടങ്ങിയവയിൽ സഭയ്ക്കൊപ്പമാണ് UDF. കേരള കോൺഗ്രസ് ഒന്നിച്ചു പോകണം എന്നാണ് എല്ലാ കാലത്തും സഭകൾ ആഗ്രഹിച്ചിട്ടുള്ളത് എന്ന് കൂടിയാണ് മോൻസ് ജോസഫ് പറയുന്നത്. കേരള കോൺഗ്രസ് ഒന്നിച്ചു പോകണം, ഇതൊക്കെ സഭ എല്ലാ കാലത്തും ആഗ്രഹിച്ചിട്ടുള്ള കാര്യമാണ്. സഭയ്ക്ക് ആ കാര്യങ്ങളിലൊക്കെ ഒരു നിലപാടുണ്ട്. കാരണം ഒരു ശക്തമായ കേരള കോൺഗ്രസ്സായി നിൽക്കണമെന്നുള്ളതാണ്. പക്ഷേ അത് ഉൾക്കൊള്ളാതെ പല സന്ദർഭങ്ങളിലും ഭിന്നതയുണ്ടാക്കി പോകുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി അതിന് മാറ്റം വരുത്തണമെന്ന് സഭ എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ജെബി കോശി കമ്മീഷൻ റിപ്പോർട്ട്, ദളിത് ക്രൈസ്തവ സംവരണം, ഇത്തരം വിഷയങ്ങളിലൊക്കെ LDF സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും UDF സഭയുടെ നിലപാടുകളെ അംഗീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് സഹകരിച്ച് നിൽക്കാനുള്ള ഒരു പ്രേരണ എല്ലാവർക്കും സഭയിൽ നിന്നുണ്ടെന്നുള്ളത് വസ്തുതയാണ്. അതാണ് അഖിൽ, ആ ഒരു പ്രേരണ അതിപ്പോൾ കേരള കോൺഗ്രസ് എമ്മിനെ, മാണി വിഭാഗത്തെ ഏത് രീതിയിൽ ചിന്തിപ്പിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിനീത, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതായത് ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോലും പോയിട്ടുള്ളത്, അല്ലെങ്കിൽ ചർച്ചകളിലേക്ക് പോലും കടന്നിട്ടുള്ളത് അത് സഭയുടെ സമ്മർദ്ദം കൊണ്ട് തന്നെയാണെന്നാണ് നമ്മൾ ആദ്യഘട്ടം മുതൽ തന്നെ ഈ വിഷയമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യഘട്ടത്തിലെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സഭയിൽ നിന്നും കടുത്ത സമ്മർദ്ദം കേരള കോൺഗ്രസ് എമ്മിനുണ്ട്. അതായത് UDF-ലേക്ക് തിരികെ മടങ്ങുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദം, കടുത്ത സമ്മർദ്ദം സഭ പല ഘട്ടത്തിലും ചെലുത്തിയിട്ടുള്ളതാണ്. സഭ നേതാക്കന്മാർ പോലും ഈ രണ്ട് മുന്നണികളും ഒന്നിക്കണമെന്നൊരു അഭിപ്രായം പോലും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പോൾ അത്തരത്തിലൊരു സമ്മർദ്ദം, ആ സമ്മർദ്ദം തന്നെയാണ് ഒന്ന് മാറി ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തായാലും കേരള കോൺഗ്രസ് എമ്മിനെ തീരുമാനിച്ചത്. പക്ഷേ അതിനുള്ളിലെ പടപ്പിണക്കങ്ങൾ റോഷി അഗസ്റ്റിൻ അടക്കമുള്ളവർ എതിർത്ത് നിന്നതോടുകൂടി അത് ഇല്ല എന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അത് ഇപ്പോൾ ഇല്ല എന്ന നിലപാടിലേക്കൊക്കെ പോയി. പക്ഷേ നാളെ ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി അത് ഏറെ നിർണായകമാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതും ഏറെ നിർണായകമായ കാര്യം തന്നെയാണ്. ഒരുപക്ഷേ നാളത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉണ്ടാകുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് എം ചെയർമാൻ അല്ലെങ്കിൽ പാർലമെന്ററി കാര്യ, അതായത് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ നിന്നും ഇതിന്റെ തീരുമാനം എന്തായാലും അതെടുക്കുന്നത് പാർലമെന്ററി കാര്യ യോഗത്തിലേക്ക്, അല്ലെങ്കിൽ പാർലമെന്ററി കാര്യ സമിതിക്ക് വിടുന്ന ഒരു തീരുമാനത്തിലേക്കൊക്കെ പോകാനായിരിക്കും സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സഭ ഉന്നയിച്ച വിഷയങ്ങളടക്കം, അതായത് സ്വാഭാവികമായും സഭയുമായി അടുത്ത് നിൽക്കുന്ന പല നേതാക്കന്മാരും സ്റ്റിയറിംഗ് കമ്മിറ്റിയിലുണ്ട്. അവർ സ്വാഭാവികമായും ഈ സഭ ഉന്നയിച്ച കാര്യങ്ങൾ, സഭ പറഞ്ഞ കാര്യങ്ങൾ പോലും നാളത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉന്നയിച്ചാൽ, അല്ലെങ്കിൽ അവർ അത് മുന്നോട്ട് വെച്ചാൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഈ സഭയിൽ നിന്നുള്ള ഒരു സമ്മർദ്ദം ഉണ്ട് എന്ന്, അതായത് കേരള കോൺഗ്രസ് എം ആ കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല എങ്കിൽ പോലും ഔദ്യോഗികമായി ഇപ്പോൾ ജോസഫ് വിഭാഗത്തിൽ നിന്നുള്ള മോൻസ് ജോസഫ് വളരെ പ്രധാനപ്പെട്ട നേതാവാണ്, എക്സിക്യൂട്ടീവ് ചെയർമാനാണ്. മോൻസ് ജോസഫ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതായത് ഇത്തരത്തിൽ സഭകളിൽ നിന്നുമുള്ള സമ്മർദ്ദം അല്ലെങ്കിൽ ഒരു പ്രേരണ ഉണ്ട് ഈ UDF-നൊപ്പം നിൽക്കുന്നതിന് എല്ലാവർക്കും ഉണ്ട്. അവസാനം അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അതിൽ തിരുത്തേണ്ടവർ തിരുത്തുന്നില്ല, മാറി ചിന്തിക്കേണ്ടവർ മാറി ചിന്തിക്കുന്നില്ല. അത് കൃത്യമായി കേരള കോൺഗ്രസ് എമ്മിനെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പറഞ്ഞ കാര്യങ്ങളാണ്. അത്തരം ഒരു വിഷയം, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നതും കൃത്യമായി കേരള കോൺഗ്രസ് എമ്മിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ. എന്തായാലും ഇനി ഇതിലൊരു തീരുമാനം, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ജോസ് കെ മാണി MP ഒരു നിലപാട്, അല്ലെങ്കിൽ LDF-മാണ് തുടർന്നെന്ന് പറയുമ്പോൾ മന്ത്രിമാരടക്കമുള്ളവർ മണിക്കൂറുകൾ മാത്രമാണ്.